നമസ്കാരം. വീണ്ടും CPM നേതാവിന്റെ ഗുണ്ടാ വിളയാട്ടം. ജില്ലാ പഞ്ചായത്ത് അംഗവും CPM നേതാവുമായ വെള്ളനാട് ശശിക്കെതിരെയാണ് ഇക്കുറി പരാതി ഉയർന്നിരിക്കുന്നത്. കടയിൽ അതിക്രമിച്ചു കയറി സ്ത്രീകളെയും കുട്ടികളെയും അടക്കം കയ്യേറ്റം ചെയ്തു എന്നാണ് പരാതി. ഒരു തട്ടുകടയുടെ ബോർഡ് റോഡിൽ നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇവർ തമ്മിൽ പ്രശ്നമുണ്ടാകുന്നത്. അരുൺ എന്നയാളുടെ കടയിലാണ് ഈ സംഭവം അരങ്ങേറിയത്. അരുണിന്റെ ഭാര്യ സുകന്യ, അമ്മ ഗീത എന്നിവരുമായി ശശി തർക്കത്തിലേർപ്പെട്ടു. ഇത് കയ്യാങ്കളിയിലേക്ക് അവസാനം കടക്കുകയായിരുന്നു. സംഭവം വീഡിയോയിൽ പകർത്താൻ ശ്രമിച്ച സുകന്യയുടെ മകൻ മോഹിത്തിന്റെ കയ്യിൽ നിന്നും ശശി മൊബൈൽ ഫോൺ തട്ടിയെറിയുകയാണ്. ഈ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. കുട്ടി കരഞ്ഞതോടെ സ്ത്രീകൾ ശശിയെ തടയാൻ ശ്രമിച്ചു. ഇത് വീണ്ടും സംഘർഷത്തിലേക്ക് വഴിമാറി. ശശി സ്ത്രീകളെ മർദ്ദിക്കാൻ ശ്രമിക്കുന്നതായും വീഡിയോയിൽ വ്യക്തമാണ്. തുടർന്ന് കടയുടമ ആര്യനാട് സ്റ്റേഷനിൽ പരാതി നൽകുകയാണ് ചെയ്തത്. അരുണിന്റെ അമ്മ ഗീതയുടെ പരാതിയിൽ ശശിക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. കുട്ടിയെ കയ്യേറ്റം ചെയ്തതിനും കേസുണ്ട്. റോഡിൽ നിന്ന് ബോർഡ് മാറ്റാൻ പറഞ്ഞ തന്നെ കടയിൽ ഉണ്ടായിരുന്നവരാണ് കയ്യേറ്റം ചെയ്തത് എന്ന് ശശി പറയുന്നു. അടുത്തിടെ കോൺഗ്രസ് വിട്ട് CPMലെത്തിയ ആളാണ് ശശി. വെള്ളനാട്ടെ കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു ശശി. ഈ പദവി രാജിവെച്ചുകൊണ്ടാണ് CPMലേക്ക് ശശി എത്തുന്നത്. പിന്നീട് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വെള്ളനാട് ശശി ജയിക്കുകയും ചെയ്തു. എന്തായാലും ശശിയും തനിക്കെതിരെ മർദ്ദനമുണ്ടായി എന്ന് കാട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നിങ്ങളെ ഗുണ്ടായിസ നിങ്ങളെ കൊച്ചിനടിക്കണം. നിങ്ങളെ ഗുണ്ടായിസ നിങ്ങളെ കയ്യിലിരിക്കും. കൊച്ചിനടിക്കാൻ പറ്റില്ല. താരാരോടോ താരാരോടോ പോലീസ് വന്നിട്ട് കൊച്ചിനെ അടിച്ചത് നിങ്ങളല്ലോ. കൊച്ചിനെ അടിച്ചിട്ട് ഒരിക്കലും പോണ്ട. ജില്ലാ പഞ്ചായത്ത് ഉണ്ടാകാൻ ശരിയാണ്. കൊച്ചിനെ അടിച്ചാൽ സമാനം പറഞ്ഞിട്ട് പോയാൽ മതി.